ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്, അതും വിത്ത് ഫാമിലി. ഈ അവരൊന്നും കാണുന്നില്ല. ഇതെന്റെ ബ്രദറാണ്. ബ്രദറിനുപരി അവിവാഹിതനാണ്. അപ്പോൾ നല്ല കല്യാണ ആലോചനകൾ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വഴിയെ സംസാരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? ഇത് മറൈൻ ഡ്രൈവ് അല്ലേ? അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷൻ പോലും കൊടുക്കാണ്ട് നിങ്ങൾ എല്ലാരും സംസാരിച്ച്. നമ്മള് കറന്റ് ഉള്ളത് ഞാൻ പോയിട്ട് ചോദിക്കാം. അതെ, ഇതെന്റെ ബ്രദറാണ്. ഇവിടെ 3 പെൺകുട്ടികൾ ഇരിപ്പുണ്ട്. അപ്പൊ എന്റെ ആങ്ങൾ നീ അവരുടെ അടുത്തോട്ട് സംസാരിക്കുന്നത്. ഞാൻ പോയിട്ട് ഈ ക്യാമറ കൊണ്ടുപോയിട്ട് ഇതെന്റെ ബ്രദറാണ്, നിങ്ങൾ ആരെങ്കിലും അൺമാരിഡ് ആണെങ്കിൽ നോക്കുന്നുണ്ടോ, അപ്പൊ എന്തെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ പറ്റിച്ചതാണ്. സോ മറൈൻ ഡ്രൈവിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ നൈറ്റാണ് എത്തിയത്. ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കിട്ടാത്തത് കൊണ്ട് നമുക്ക് ആ കല്യാണം കൂടാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും കൂടാന്ന് പറഞ്ഞിട്ട് മറൈൻ ഡ്രൈവിൽ വന്നതാണ്. ചൂട് വന്നപ്പോഴത്തേക്കും ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം ആളും ബഹളവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മ കൂടെ ഒന്ന് കാറ്റുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉമ്മാനൊരു സൈഡിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു വെതറാണ്, അതുകൊണ്ട് നമുക്കിവിടെ ഇരിക്കുക എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും. വേറൊരു കാര്യം എനിക്ക് കാണിക്കാനുള്ള, ഇവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പാലമുണ്ട്. ആ പാലം എനിക്ക് ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ആ പാലം കാണിക്കാനാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് പാലം കാണാം. പോവാം, നമുക്ക് പോവാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രിഡ്ജ്. നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, സൈഡിക്കെല്ലാം മാറിയിട്ടുണ്ടോന്ന് അറിയില്ല. ഇത് ഒരുപാട് എന്നെ കണ്ട് പേടിക്കാൻ ഞാൻ എന്തുവാ AK-47 കൊണ്ടാണോ വരുന്നേ. അപ്പം ഇത് ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട്, പക്ഷെ ഈയിടെയായിട്ട് സിനിമയിലൊന്നും കാണിക്കുന്നില്ല. എന്താ അറിയില്ല. പഴയ കുറെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സിനിമാന്റെ പേരെല്ലാം മറന്നുപോയി. ഷബി, ഒരു സിനിമാന്റെ പേര് പറ. ഇത് മറ്റേ ദിലീപിന്റെ ഒരു പടം ഉണ്ടല്ലോ, പാട്ട് ഞാൻ മേനെ പ്യാരിക്കുക, അങ്ങനെ ഒരു പടം ഇറങ്ങി. ഓക്കെ, അപ്പൊ ആ പടത്തിൽ ഹിന്ദി പടം ഉണ്ടല്ലോ. അല്ല, CD മുസൽ ഇതുണ്ട്, വെള്ളി നക്ഷത്രത്തിലുണ്ട്. അങ്ങനെ പലവിധமான മലയാളം മൂവീസിലൊക്കെ ഈ സ്ഥലം ഉണ്ട്. അത്രയും ഫേമസ് ആണ്. എൻ്റെ ട്രൈപോഡ് കൊള്ളാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഷേക്കിംഗ് ആവുന്നേ. സോ ഗൈസ്, ഞാൻ അവരെ കൊണ്ട് അവിടെ ഒട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. ദ വേൾഡ് ഫേമസ് ബ്രിഡ്ജ്. അങ്ങോട്ട് നോക്കൂ, കപ്പിൾ നോക്കുമ്മാ, അങ്ങോട്ട് നോക്ക്. ഓ, കണ്ണട വെക്കൂ. വെച്ചോളൂ. നീ എന്തെന്നാ ബാക്കിൽ ഇട്ടിരിക്കുന്ന കണ്ണാടി? തിരിഞ്ഞ് നോക്കട്ടെ. പുതിയ സ്റ്റൈലാണെന്ന് തോന്നുന്നു. എന്റെ ആങ്ങളമാരായിട്ട് പറയല്ലേ, ഇവർക്ക് എന്നെക്കാളും സ്റ്റൈലാണ് ഗായ്സ്. ഒരാളെ കണ്ടില്ലേ മുടിയൊക്കെ നീട്ടി വളർത്തി, എനിക്ക് പോലും ഇത്ര മുടിയില്ല എന്നൊക്കെ. ഉമ്മയാണ് ഈ കൊണ്ട കെട്ടിക്കൊടുത്തത്. ഇത് ഉമ്മയാണ് കെട്ടിക്കൊടുത്തത്. വാവ്. ഞങ്ങൾ ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു ട്രിപ്പില്, 2.5 വർഷത്തിന് ശേഷം. ലാസ്റ്റ് ടൈം ഞങ്ങൾ കാലിക്കറ്റ് പോയിട്ട് ഇതുപോലെ കറങ്ങി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം കൊച്ചി വരെ എത്തിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഞങ്ങൾ ഫാമിലി, ബ്രദർ ഇപ്പം 2 വർഷത്തിന് ശേഷം നാട്ടിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി കുറേ ഫാമിലി ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ഗായ്സ്. കുറേ സർപ്രൈസസ് ഉണ്ട്, കുറേ സർപ്രൈസസ് ട്രിപ്പ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇനി പുതിയതായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അതൊന്നും ഇവിടെ പറയാൻ പാടില്ല. സിനിമയിലൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. ഇപ്പൊ എന്തൊക്കെ തുരുമ്പ് പിടിച്ചിരിക്കണം. മെയിൻ്റനൻസ് ഇല്ല, അതിന്റെ പ്രശ്നമാണ്. അത് നമുക്ക് ബോട്ടിൽ പോവാം. ഓ മൈ ഗോഡ്, മഴ വരുന്ന നോക്കിക്കേ. സോ ഇവിടെ ആരുമില്ല കേട്ടോ, ഞാൻ മാത്രം ഇവിടെ പ്രാന്തം പിടിച്ചെന്ന് മഴ കൊള്ളുന്ന ഈ ഒരു മഴ പിടിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പോയി നോക്കിക്കേ, മഴ വരുന്നത് നോക്കിക്കേ എങ്ങനെയാ വരുന്നതെന്ന്. സോ അവിടെ നിന്ന് ഇങ്ങനെ മഴ വന്നോണ്ടിരിക്കുക. ഞാൻ ഏകദേശം നനഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ താഴെ പോക്കോട്ടെ. അങ്ങനെ ലൈവായിട്ട് മഴയും കൊണ്ടു നാട്ടിൽ വന്നിട്ട്. നല്ല വെതർ എന്ന് പറഞ്ഞ് നമ്മൾ വായി മൂടിയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് മഴ പെയ്ത്. നമുക്ക് ഐസ്ക്രീം കുടിച്ചാലോ? അല്ല, ഈ മഴ സമയത്ത് മരത്തിന്റെ താഴെ നിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. വല്ലാത്തൊരു അവസ്ഥയിൽ
മഴ അത് പൗസായിരുന്നു. മഴ കൊള്ളണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കേറി നിന്ന സ്ഥലം എന്നിട്ട് അവസാനം കുളിച്ചത് കണക്കല്ല, കുളിച്ചപ്പോ ഇത്ര വെള്ളം കൊള്ളൂലെന്നോ. മഴ ഇറങ്ങിട്ട് എന്താ അവിടെ നിന്ന് മുഴുക്കന് മഴ കൊള്ളാനാ? നമ്മളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അവിടെ നിന്നപ്പോ ഇത്ര മഴ കൊള്ളില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടേക്കൊക്കെ നിൽക്കാൻ എന്തിനാ ഇവിടെ ഇത്ര മഴ? നമ്മ താഴെ ഇറങ്ങ്. നമ്മക്ക് മഴ കൊള്ളുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങും. ഒതുങ്ങി നിന്ന് മഴ കൊള്ളുന്നതിനെ ഈ മഴയത്ത് നമ്മള് ഫലൂട കുടിക്കാൻ പോകുന്നല്ലേ അമ്മ? എനിക്ക് എന്ത് പറയണ്ടെന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾ ഈ മഴ കൊള്ളാനാണ് ഇവിടെ നിന്ന് കെട്ടി ഒരുങ്ങി ഇറങ്ങിയത്. എന്തുവാ പ്ലാൻ എന്തുവാ? 2 ഷൂ. ഷൂ ആണ് ഇട്ടുണ്ടോന്നൊന്നും അറിഞ്ഞില്ല. എന്നിട്ട് വേറെ ചെരുപ്പില്ല. എന്റെ കൊഴുത്തു വലാങ്ങള നനഞ്ഞില്ല അല്ലേ കാര്യായിട്ട്? എന്റെ ഉമ്മയും ഞാനും മാത്രം നനഞ്ഞുള്ളൂ, വേറെ ആരും നനഞ്ഞില്ല. ആൾക്കാർ വിചാരിക്കും നമ്മള് മഴ കിട്ടാത്ത സംസ്ഥാനത്ത് നിന്ന് വന്ന ആൾക്കാരാണെന്നും സത്യതല്ല. അവിടെ നിന്നപ്പോ ഇതിനേക്കാളും മഴ കൊള്ളുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ നാട്ടില് വന്നിട്ട് ഇന്ന് എത്ര ദിവസമായി? ഷബി, നമ്മള് നാട്ടിൽ നിന്ന് എത്ര ദിവസമായി? ഞാൻ കട്ട് ചെയ്ത് കളയും. എന്തൊക്കെയാ പറയുന്നേ സ്വന്തം മോളെ കുറിച്ച്? ഞാൻ കുളിച്ചു ഗൈസ്, ഞാൻ കുളിക്കാറൊക്കെയുണ്ട്. ഭയങ്കര വിവാദമാവും കേട്ടോ എന്നെ ഞാനിങ്ങനെ കുളിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നു കഴിഞ്ഞാല്. മഴ തോരും തോന്നില്ല, നല്ല തകൃതിയായിട്ട് മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഉടുപ്പ് ഫുള്ള നനഞ്ഞിട്ടുണ്ട്. അത് പിന്നെ കാണത്തില്ലല്ലോ, കാണാത്തോണ്ട് കുഴപ്പമില്ല. എന്റെ ഡ്രസ്സ് നല്ല വൃത്തിക്ക് കാണുന്നുണ്ട്. മഴ നനഞ്ഞ് ഫുള്ള് ട്രാൻസ്പെറന്റ് ആയിട്ട് അകത്തുള്ളൊക്കെ വേണ്ടി കാണാം. അപ്പൊ ഞങ്ങള് ഒരു ഷോപ്പില് ജസ്റ്റ് ഫലൂട കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. മഴയൊക്കെ കൊണ്ടിട്ടുണ്ടല്ലോ, തുമ്മി നനഞ്ഞ് നാറിയിട്ട് ഐസ്ക്രീം ഒക്കെ കുടിക്കുന്ന ഒരു പ്രാന്തില്ലേ, അത് നമ്മളെ ഫാമിലിക്കുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഫലൂട കുടിക്കാൻ വേണ്ടിട്ട് ഒക്കെ ശേഖരിക്കുകയാണ്. എന്റെ ആങ്ങളെ ടവല് വാങ്ങിക്കാനെന്നും പറഞ്ഞ് പോയിട്ട് വാങ്ങിച്ചോണ്ടെന്ന സാധനം കാണണം. ടവൽ, ഇതാണ് ടവൽ. നമ്മളതിൽ പിന്നെ ഹാൻഡ് കർച്ചീഫ് എന്ന് പറയും ഇല്ലമ്മ? മുക്ക് പിടിക്കുന്ന സാധനം. തല തുടക്കാനാ നിന്നെ വാങ്ങിച്ചോണ്ടാ പറഞ്ഞ, മുക്ക് പിടിക്കാനല്ല. ഈ ഞങ്ങളാണ് കേട്ടോ, ഇല ഞങ്ങളാണേ. 4 പേർക്ക് തുടക്കാൻ വാങ്ങിച്ചോണ്ട് വന്നതാ. ഈ തുണ്ടാണ് വാങ്ങിച്ചോണ്ട് വന്നത് 4 പേർക്ക് തുടക്കാൻ. അപ്പൊ നിങ്ങക്ക് ലഞ്ച് വേണ്ട, ഉമ്മ ഒരു കാര്യം ചെയ്തു, ഒരു പപ്സ് കഴിച്ചോ. നമുക്കിനി ഡിന്നറില് മാമൂസ് അല്ല മോമോസ്. നമ്മുടെ ഫലൂട എത്തിയിട്ടുണ്ട്. ഇതെന്ത് ഇങ്ങനത്തെ ഐസ്ക്രീം കളറ്? നിങ്ങക്ക് എന്തെന്നാണ്? അതേത്? വാനില, മാംഗോ, ടെൻഡർ കോഫി. വെള്ളം കണ്ടപ്പോ അങ്ങ് വാനില അത്ര. റെഡ് വെൽവെറ്റ്, കോട്ടൺ ക്യാൻഡി. ഇത് ഇവരുടെ. എനിക്ക് ഞാൻ ഇത് എടുത്തോണ്ടോട്ടാ, കൊള്ളാം കേട്ടാ. അതെന്താ എനിക്ക് വന്നില്ല? ഓരോരുത്തർക്കാ ഇത് എടുത്തോ. മഞ്ഞ എന്തുവാ? മഞ്ഞ വേണ്ട എനിക്ക് അതുതാ. പൊളിക്കല്ലേ? മതി. ഓക്കെ, സംഭവം എച്ചിത്തരമാണ്, എന്നാലും കുഴപ്പമില്ല, നമ്മളെ ഫാമിലി അല്ലേ. എന്റെ ചെയർ അവിടെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാലോ? ഭാഗ്യം നോക്കിക്കേ. ഉമ്മാക്ക് വേണ്ട 3 മക്കള് വാങ്ങിച്ചോ പറഞ്ഞിട്ട് 3 മക്കളെ ഒരു സ്പൂണ് മാത്രം തന്നാതി എന്നൊക്കെ. എന്നിട്ട് നോക്കിക്ക് 3 പേരെടുത്ത് എടുക്കുന്നേ. ഓ അപ്പടിയാ, സെമ്പകം കൊള്ളാം. ബട്ട് നമ്മുടെ നാട്ടിലെ പോലത്തെ ഫലൂട അല്ല. ഇതില് സോംപപ്പടി ഒക്കെ ഇട്ടിട്ടുണ്ട്. ബീട്രൂട്ട് ആണോ? തുട്ടി ഫ്രൂട്ടി ഉണ്ട്, വെർമസെല്ലിയൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഷുഗർ കഴിക്കൂലേ? മോമോസിനെ ആരും കാണാതെ പോരുത്.
നമുക്ക് വേണം 4 എണ്ണം കൂടെ ഉണ്ട്. എനിക്ക് ഒരെണ്ണം വേണം. നിങ്ങൾ പറയുന്നത് എടുത്തോ. അടിപൊളിയായിട്ടുണ്ട്. അയ്യോ ഫോൺ കഴിച്ചോ? ചൂടല്ലേ നല്ല ചൂടാണോ? അതെ പറയുന്നു. എന്റെ ഷോളിന്റെ കളർ ഇതല്ല ഗൈസ്. മൊത്തത്തിൽ വെള്ളം നനഞ്ഞ കളർ ആയിപ്പോയതാണ്. ഇങ്ങനെ അപ്പടെ മാറിപ്പോയത്. ഷോളിന്റെ കളർ റെഡ് ആയിരുന്നു. റെഡ് അല്ല, മെറൂൺ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, സോമ്പപ്പൊടി ഇട്ടപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഐസ്ക്രീം കൂടെ മിക്സ് ചെയ്ത് വൈറ്റ് ക്യാൻഡി എന്നാ പറയുന്നത്. വൈറ്റ് ക്യാൻഡിയോ? സോമ്പപ്പൊടിയൊന്നും പറയരുത്. ഞാൻ പറയും, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നേ. സോമ്പപ്പൊടി ആണെ വൈറ്റ് ക്യാൻഡി എന്ന് പറഞ്ഞോ. എന്റെ സംസ്കാരം നിന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ വൈറ്റ് ക്യാൻഡി എന്ന് പറഞ്ഞോ. പൂച്ചമടിയാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നില്ല, നീ പറയും. പൂച്ചമടിക്ക് എന്നെ പണ്ട് കിടന്ന് കരഞ്ഞു തന്നെ വിളിച്ചു പോകുന്നു. ഒന്നുകൂടെ പറഞ്ഞേ. ഇനി പറയില്ല. എന്റെ കൗണ്ടറിന്റെ സമയം കഴിഞ്ഞു നോക്കി പിന്നെ എന്റെ ഇറക്കിട്ട് പറഞ്ഞു. അഭിമാനം അനുവദിക്കുന്നില്ല. അതെ അതെ, അഭിമാനം അനുവദിക്കാത്തോണ്ട് മാത്രം ഷട്ടറിട്ട് വായിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ. ഞാൻ എന്തൊക്കെയോ ഞാൻ ഒരു കുറ്റം പറച്ചില്ല ഇങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചായിരുന്നു ഫലൂഡ. പക്ഷെ ചീറ്റിപ്പോയി. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തോട്ടെ? പറഞ്ഞോളൂ. ഇനി ആരും എന്നെ കല്യാണം കഴിക്കണ്ട. മോള് വീട് കൊണ്ടുമ്പോ എനിക്ക് ആരും കുഴപ്പമില്ല. ശരി, പിന്നെ പറഞ്ഞോളൂ. പക്ഷെ എന്നാലും മോള് സമയങ്ങൾ മാറ്റം ഉണ്ടാകും കേട്ടോ. ഇവിടെ വീട് ഞാൻ ട്രിവാൻഡ്രം. മോൾ ഇപ്പൊ താമസിക്കുന്ന വീട് ജനിച്ച വീടാണോ അതോ മൂന്നാമത്തെ വീടാണോ അതോ ചെന്നുകയറി വീടാണോ? ജനിച്ച വീട് ആണോ? ആ വീട് പോരാ. വീട് പോരാ. എത്ര മനോഹരമായ വീട് നോക്കുണ്ടാകും. ഉണ്ടാകും. മോൾ ഹിന്ദുവാണോ അതോ മുസ്ലിം ആണോ? മുസ്ലിമാ. ജാതിമത നോട്ടം ഇല്ല മോക്ക്. അതെ, സത്യം. 23 വയസ്സിന് മുകളിലും 27, 28 വയസ്സ് താഴെ വിവാഹം നടക്കേണ്ട സമയം വിവാഹം കഴിഞ്ഞോ? ഇല്ല. ഉടനെ ഉണ്ടോ? അല്ല. ഉം. ജോലി ചെയ്യേണ്ട ആളല്ല, ചെയ്യിപ്പിക്കേണ്ട ആളായി കൈ. അതെ അതെ അതെ. വിദേശയാത്ര പോയിട്ടുണ്ടോ? അതേ ഉള്ളൂ. ആ, മരണകാലം വരെ കേരളത്തിക്കാൻ പറഞ്ഞിട്ടില്ല മോ? അയ്യോ, കേരളം പറഞ്ഞിട്ടില്ല എനിക്ക്. പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഇല്ല. അതെ, ഇത് ഉമ്മ സഹോദരങ്ങളാ. ഒരു ചെലവ് ഉടനെ ഉണ്ട് കേട്ടോ വീട്ടില്. നമ്മള് ഭാവിയും ഭൂതം പ്രേതവും ഒക്കെ നോക്കാൻ പോയിട്ട് എന്റെ ഈ ആങ്ങളൊക്കെ ഇതൊന്നും പറ്റാണ്ട് നമ്മൾ അവരെ പറഞ്ഞു വെച്ചില്ലെങ്കിൽ എന്റെ ഭാവിയൊക്കെ അറിഞ്ഞാനല്ലേ അമ്മ? അല്ലേ അമ്മ? എന്റെ ഉമ്മ ഇങ്ങനെ സുഖിച്ച് കേട്ടോണ്ടിരിക്കണം. അപ്പത്തേക്ക് ഉമ്മാക്ക് ഉടനെ ഒരു ചെലവുണ്ട്. അപ്പൊ ഉമ്മ ഓ വേണ്ട, ഇതുവരെ വന്നിട്ട് കൂലി വരെ എനിക്ക് തിരിച്ചു കിട്ടില്ല എന്നൊക്കെ. അയ്യോ പാവം. അങ്ങനെ മഴയൊക്കെ ഏകദേശം തോർന്നു. നമ്മള് ഇവിടെ തേരാപ്പര നടക്കുകയാണ്. അപ്പൊ ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബോട്ടിൽ കയറുന്നില്ല. ബിക്കോസ് ഇന്നൊരു ദിവസമായിരിക്കും നമ്മളിവിടെ ഫുള്ളും കറങ്ങുണ്ടാവുക. ഇനി നമുക്ക് വേറെ സ്ഥലത്തൂടെ പോകാനുള്ളത് കൊണ്ട് ബോട്ടിങ്ങും കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്തു. നമുക്ക് വേറെ പ്ലാൻ ഉണ്ട് ബോട്ടിങ്ങിന്റെ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്ന് പോകുന്നില്ല. 2 hours ഒക്കെ വെറുതെ പോകും. താല്പര്യമില്ല. ഇവിടെ എന്തൊക്കെയോ മേളകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതിനകത്തോട്ട് കയറുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ കൊച്ചി വ്ളോഗ് ഇവിടെ തൽക്കാലം ഈ ഒരു വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്തായാലും ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ വീണ്ടും മഴ പിടിക്കും, വല്ല മൂലയ്ക്കും കയറി നിൽക്കും. അപ്പൊ കാര്യമായിട്ടുള്ളൊരു കാര്യം ഇതിനകത്ത് ഉണ്ടാവത്തില്ല. സോ ഇതൊക്കെയാണ് നമ്മളിന്ന് അനുഭവിച്ച് വിട്ട് നമ്മള് വ്ളോഗിന്ന് ഇതാണ്. നന്നായിട്ട് ടയേർഡായി. പറ്റുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉടനെ തന്നെ കാണാൻ. അതുവരെയും ബൈ ബൈ.